ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ കശ്മീർ വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഹണിമൂണിന് പോയിട്ടുണ്ടായിരുന്നത് കശ്മീരായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചി എയർപോർട്ടിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് വരുന്നത് ഡൽഹിയിലേക്കാണ്. പിന്നെ അവിടെ നിന്ന് ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ്. ആ രീതിക്കാണ് കേട്ടോ നമ്മൾ ട്രാവൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല മോർണിംഗ് ടൈം ആയതുകൊണ്ട് നമുക്ക് നല്ല രസമുള്ള സ്കൈയൊക്കെ കണ്ടിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടാണ്. അങ്ങനെ അത്യാവശ്യം നീണ്ട ഒരു ജേണി നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും കുറച്ചൊക്കെ ടയേർഡായിട്ടുണ്ടായിരുന്നേ. ഡൽഹിയിലൊരു 1 hour ലേ ഓവറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്നും കരുതി പിന്നെ വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഫൈനലി നമ്മൾ ശ്രീനഗർ എത്തുകയാണ്. അപ്പോൾ ശ്രീനഗർ എത്തിയിട്ട് നമ്മൾ നേരെ കുറച്ച് സ്പോട്ടുകൾ കണ്ടിട്ടാണ് കേട്ടോ പിന്നെ ചെക്ക് ഇൻ ചെയ്യുന്നത്. ഇന്ന് ചെറിയൊരു ആക്ടിവിറ്റി മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ എത്തി നമ്മളെ പിക്ക് ചെയ്യാനുള്ള ഡ്രൈവറും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ റൂംസും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ഹസ്രത്ത് ബലിലോട്ടാണ്. അതായത് ശ്രീനഗറിലുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മോസ്കാണ് കേട്ടോ. ഇവിടെ പോകുന്ന വഴിക്ക് ഈ ഒരു സ്ട്രീറ്റും ഉണ്ട്. ഭയങ്കര ചീപ്പായിട്ട് ഒരുപാട് ഐറ്റംസും നല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ അത്യാവശ്യം നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ. മോസ്കിൻ്റെ ഫ്രണ്ടിലേക്ക് മാത്രമേ ലേഡീസിന് എൻട്രി ഉള്ളൂ. അകത്തേക്ക് ലേഡീസിന് എൻട്രി ഇല്ല. അപ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു മോസ്കായിരുന്നു. അവരിങ്ങനെ പുറത്ത് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ പുറത്ത് ഇങ്ങനെ ടെൻസ് പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് കുറേ പേര് പ്രാർത്ഥിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പോയ ടൈമിൽ. നമ്മൾ മോസ്കിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ മേടിച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു. ഈ ഒരു സംഭവമാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ. അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ സ്വീറ്റ്സ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നമ്മൾ നേരെ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹൗസ് ബോട്ടിലാണ് കേട്ടോ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല രസമാണല്ലോ. നമ്മൾ ഇന്ന് അത്യാവശ്യം ടയേർഡായതുകൊണ്ട് ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നതിന് പകരം ഹൗസ് ബോട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി നമ്മൾ നേരെ ഹൗസ് ബോട്ടിലേക്കാണ് പോകുന്നത്. ദാൽ ലേക്കിൻ്റെ ഉള്ളിലാണ് ഈ ഹൗസ് ബോട്ടുകളൊക്കെ വരിക കേട്ടോ. അപ്പോൾ ദാൽ ലേക്കിന് തന്നെ ഒരുപാട് ഗേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തായിട്ടായിരിക്കും കേട്ടോ നമുക്ക് ഓരോ സ്റ്റേസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ദാൽ ലേക്കിൽ ഈ ഒരു ബോട്ടിൽ നമ്മൾ നിൽക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകണം. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ സൺസെറ്റിൻ്റെ ആ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചെറിയൊരു തണുപ്പും നല്ല വ്യൂ ആണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹൗസ് ബോട്ട് വരുന്നത്. നല്ല രസമാണ് കാണാൻ. നല്ല വലിയ റൂംസൊക്കെയാണ്. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം, ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ. ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേ ഇവിടെ കിട്ടും. അപ്പോൾ എന്തായാലും കശ്മീർ വരുന്ന ആളുകൾ ഹൗസ് ബോട്ട് സ്റ്റേ ഒരിക്കലും ഒഴിവാക്കരുത്. ഭയങ്കര ഭംഗിയുള്ള ഒരു സ്റ്റേ തന്നെയാണിത്. ഈ ഹൗസ് ബോട്ടിൽ ഇത് കൂടാതെ കോമൺ ആയിട്ടൊരു ഹാളും ഒരു ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഭയങ്കര വലിയൊരു ഏരിയയാണ്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. പിന്നെ അതിന് പുറമെ പുറത്തൊരു ചെറിയ ബാൽക്കണി ഉണ്ട്. അത് ഭയങ്കര രസമാണ്. രാത്രി ടൈമിൽ അവിടെ പോയിരുന്ന് കാവൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ള് ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. രാത്രി ഡിന്നറൊക്കെ ഇവർ തന്നെ പ്രിപ്പയർ ചെയ്ത് തരും. അതുപോലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഇവർ പ്രിപ്പയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ കാര്യമായിട്ടുള്ള കശ്മീരിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പാർട്ട് 2 വീഡിയോ കാണാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ.